സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മുന്നണികളുടെ സീറ്റ് വിഭജന ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചും കഴിഞ്ഞു. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ബംഗാളിലും അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടക്കും. ശ്രീത്ത് ബൽറാം നുരങ്ങടി എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീത്തിലേക്കാണ്. അതും ശ്രീത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് മടങ്ങിപ്പോയാൽ ഉടൻ തീയതി പ്രഖ്യാപനം എന്നുള്ളതാണ് പൊതുവെ കേട്ടിരുന്നത്. ഇപ്പോഴും ആ തീയതി പ്രഖ്യാപിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീയതി പ്രഖ്യാപനം എന്ന് പറയുമ്പോഴും എപ്പോൾ ആ തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യത്തിൽ മുന്നണികൾക്കിടയിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, വൈകുമോ? ഹാഷ്മി, സംസ്ഥാനത്തെ സംസ്ഥാനമടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൻ്റെ തീയതികളുടെ പ്രഖ്യാപനം നീളുകയാണ്. 2021 താരതമ്യം ചെയ്യുമ്പോൾ ദിവസങ്ങൾ നീണ്ടുപോയിരിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏപ്രിൽ പകുതിയോടെ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കുന്ന തലത്തിലുള്ള ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. മെയ് 20 പുതിയ സർക്കാർ, അതായത് 16ാം കേരള നിയമസഭ തെരഞ്ഞെടുത്ത് പുതിയ സർക്കാർ വരണം. എന്നാൽ അതനുസരിച്ചുള്ള ഒരു കൃത്യമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി അസമിലും ബംഗാളിലുമായി പര്യടനം നടത്തുകയാണ്. ഇന്നലെയും അദ്ദേഹം ആ മേഖലയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പര്യടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള ചർച്ചകളും അതാണ്. 15-ാം തീയതി കൂടി, അതായത് നാളത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം വിളിച്ച് ദീർഘമായ അജണ്ടകൾ തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല, ഉത്തരവുകൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉത്തരവുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇറക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസും ആ നിലയ്ക്കാണ്. BJPക്കും ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ വ്യക്തമായ വിവരങ്ങളുണ്ട്. അവരും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നടപടികളുമായി വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ നടക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ ഏപ്രിൽ പകുതിയോടെ തെരഞ്ഞെടുപ്പ്, വിഷു കഴിഞ്ഞ് വിഷുവും തൃശ്ശൂർ പൂരത്തിനും ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്നേക്കാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിഷു, തൃശ്ശൂർ പൂരം തുടങ്ങിയ ആഘോഷങ്ങൾ കണക്കെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം പരിഗണിച്ചുള്ളൊരു തീയതിയായിരിക്കും സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കളക്ടർമാരുടെ യോഗവും മറ്റും നടന്നിരുന്നു. അങ്ങനെ നടപടികളെല്ലാം, ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നടപടികൾ, റിവ്യൂകളെല്ലാം പൂർത്തിയായി. ഇനി തീയതി പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അത് നാളെയോ മറ്റന്നാളോ പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി. ഓക്കെ, ബൽറാം നുരങ്ങാടി കൂടിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ജ്ഞാനേഷ് കുമാർ കേരളത്തിൽ വന്നു, ബംഗാളിൽ വന്നു. ബംഗാളിൽ അദ്ദേഹത്തിന് കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങി ഡൽഹിയിലേക്ക് പോയി. പോയ മാസം അവസാനം അല്ലെങ്കിൽ ഈ മാസം ആദ്യ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവേ കേട്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് മാർച്ച് 14 ആ മാസം ഏതാണ്ട് പകുതിയാവുന്നുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ തന്നെ അത് ഏപ്രിൽ പകുതിയോടെ എന്ന അവസ്ഥയിലേക്ക് പോകും. 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തന്നെ കുറച്ച് വൈകിയ ഷെഡ്യൂളിലെ കാര്യങ്ങൾ പോവുകയുമാണ്. നാളെ തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതാവോ ബൽറാം? ഹാഷ്മി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയും ഇന്നുമായി അസമിൽ 2 ഔദ്യോഗിക പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടിയുണ്ട്. കൂടാതെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പരിവർത്തൻ റാലിയും നടക്കാനുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. അങ്ങനെയെങ്കിൽ നാളെ ഞായറാഴ്ചയാണെങ്കിൽ പോലും പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട് എന്ന സൂചന തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത്. അത് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നാളെ നടന്നില്ല എങ്കിൽ തിങ്കളാഴ്ച തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. അതിനപ്പുറം വൈകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രഖ്യാപനം കഴിഞ്ഞ തവണ ഏപ്രിൽ 26 തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിരുന്നു. ഇത്തവണ അങ്ങനെ അത് കണക്കാക്കുമ്പോൾ ഏറെ വൈകിയിട്ടുണ്ട്. ഇത് കണക്കാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ആരംഭിക്കുക ഏപ്രിൽ 2ാം വാരം അവസാനത്തിലോ അല്ലെങ്കിൽ 3ാം വാരം തുടക്കത്തിലോ ആകും എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘത്തോട് പ്രാദേശികമായുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീയതിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനം, കേരളത്തിൽ വിഷു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഒപ്പം തന്നെ സമാനമായോ അല്ലെങ്കിൽ അതിലേക്കാൾ ആഘോഷം നടക്കുന്നതാണ് അസമിനെ സംബന്ധിച്ചിടത്തോളം ബിഹു ആഘോഷം. ഏപ്രിൽ 14 ആഘോഷം.
കേരളത്തിൽ ഓണത്തിന് സമാനമായ ആഘോഷങ്ങളാണ് ബിഹുവിന് അസമിൽ ഉണ്ടാകുന്നത്. പശ്ചിമ ബംഗാളിലും ബിഹു ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ച വിവരം കണക്കാക്കിക്കൊണ്ട് ഈ ആഘോഷത്തിന് ശേഷം, അതായത് ഏപ്രിൽ 15-ന് ശേഷം ആയിരിക്കും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളവും തമിഴ്നാടും പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അതേസമയം അസമിൽ കഴിഞ്ഞ തവണ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ 2 ഘട്ടമായി ചുരുക്കാനുള്ള ആലോചനയിലാണ്. ബംഗാളിലും കഴിഞ്ഞ തവണ 5 ഘട്ടമായിരുന്നത് ഇത്തവണ 2 ഘട്ടമായി ചുരുക്കണമെന്ന ആവശ്യമാണ് എന്തായാലും ഘട്ടങ്ങൾ കുറയാൻ പോകുന്നു. കേരളം എന്തായാലും ഒറ്റ ഘട്ടം തന്നെയാണ്. അസമിലും ബംഗാളിലും ഒക്കെ പോയ തവണത്തേക്കാൾ കൂടുതൽ ഘട്ടങ്ങൾ കുറഞ്ഞേക്കും, ഫേസുകൾ കുറഞ്ഞേക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ വൈകി കഴിഞ്ഞിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ ആയി തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നല്ല, ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. അപ്പോൾ അതിനുള്ള അന്തിമ ഒരുക്കങ്ങളായിരിക്കണം ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ. അന്തിമ ഒരുക്കത്തിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തുവിടാത്തതിന് കാരണം ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രഖ്യാപിച്ചാൽ ഉടനെ ഈ പറഞ്ഞ വലിയ പ്രചരണമായിട്ട് ഇറങ്ങണം. അപ്പോൾ ദിവസങ്ങൾ കൂടുന്തോറും അതിന്റെ സാമ്പത്തിക ചെലവ്, അങ്ങനെയുള്ള ചില എക്കണോമിക്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.